വിച്ച് കോണ്ടിനെൻറ്റ് ഈസ് നോൺ ആസ് ദി കോണ്ടിനെൻറ്റ് ഓഫ് ബേർഡ്സ്? പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്ന കോണ്ടിനെൻ്റ് ഏത്? ആൻസർ സൗത്ത് അമേരിക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ജനറേറ്റ്സ് ദി ഹയസ്റ്റ് എമൗണ്ട് ഓഫ് വിൻഡ് എനർജി? കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? തമിഴ്നാടു ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി സദേൺ മോസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോ ഇൻ ദി വേൾഡ്? ലോകത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള അഗ്നിപർവ്വതം ഏത്? ആൻസർ ഈസ് മൗണ്ട് എറബസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ തീം ഓഫ് എർത്ത് ഡേ ഇൻ 2025? 2025 ഭൗമദിന പ്രമേയം, അതായത് എർത്ത് ഡേ പ്രമേയം. ആൻസർ ഈസ് അവർ പവർ അവർ പ്ലാനറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദി 3R സ്റ്റാൻഡ് ഫോർ ഇൻ വേസ്റ്റ് മാനേജ്മെൻറ്റ്? മാലിന്യ നിയന്ത്രണത്തിൽ 3 Rകൾ എന്തിനെ സൂചിപ്പിക്കുന്നവയാണ്? ആൻസർ ഈസ് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഒഫീഷ്യൽ ക്യാമ്പയിൻ ഹാഷ്ടാഗ് ഫോർ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ 2025? 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഔദ്യോഗിക ക്യാമ്പയിൻ ഹാഷ്ടാഗ് എന്താണ്? ആൻസർ ഈസ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ സിംഗിൾ യൂസ് ബാഗ്സ്? സിംഗിൾ യൂസ് ബാഗുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് തരം ഏതാണ്? ഉത്തരം പോളിത്തിലീൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ ഓർഗനൈസേഷൻ ഈസ് നോൺ ആസ് ദി എൻവയോൺമെൻറ്റ് കമാൻഡോസ്? പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏത്? ഗ്രീൻ പീസ് ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു കോയിൻഡ് ദ ടേം എക്കോസിസ്റ്റം? എക്കോസിസ്റ്റം എന്ന പദം ആദ്യം നിർദ്ദേശിച്ചത് ആരാണ്? ആൻസർ ഈസ് ആർതർ ടാൻസ്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഈസ് വേൾഡ് ഓസോൺ ഡേ ഒബ്സർവ്ഡ് എവ്രി ഇയർ? എല്ലാ വർഷവും ഓസോൺ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ആൻസർ ഈസ് സെപ്റ്റംബർ 16, സെപ്റ്റംബർ 16. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വാസ് ദി ഫസ്റ്റ് കമ്മ്യൂണിറ്റി റിസർവ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? ആൻസർ ഈസ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫേമസ് ബുക്ക് ബൈ റേച്ചൽ കാർസൺ റേസ്ഡ് ഗ്ലോബൽ അവയർനെസ് അബൌട്ട് ദി ഹാർംഫുൾ എഫക്ട്സ് ഓഫ് DDT ആൻഡ് അതർ പെസ്റ്റിസൈഡ്സ് ഓൺ വൈൽഡ് ലൈഫ്? ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കാഴ്സൻ്റെ പുസ്തകം ഏത്? ഉത്തരം സൈലന്റ് സ്പ്രിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ലാമ്പ് ഈസ് കൺസിഡേർഡ് മോസ്റ്റ് എഫിഷ്യൻറ്റ് ഫോർ എനർജി കൺസർവേഷൻ? ഊർജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകമായ വിളക്ക് ഏതാണ്? ആൻസർ ഈസ് LED ലാമ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെർ ഈസ് ദി ലാർജസ്റ്റ് ടീക്ക് ട്രീ ഇൻ ദി വേൾഡ് ലൊക്കേറ്റഡ്? ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പറമ്പിക്കുളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ഡിഡ് ദി ഗ്രീൻ റവല്യൂഷൻ ബിഗിൻ ഇൻ ഇന്ത്യ? നേരത്തെ പറഞ്ഞ ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയിൽ തുടക്കം കുറിച്ച വർഷം ഏതാണ്? ആൻസർ 1966, 1966. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് എൻവയോൺമെൻറ്റൽ സയൻസ് ഇൻ ഇന്ത്യ? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ പ്രൊഫസർ R മിശ്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മേദിനി അവാർഡ് ഈസ് റിലേറ്റഡ് ടു വിച്ച് ഫീൽഡ്? മേദിനി പുരസ്കാരം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എൻവയോൺമെൻറ്റ് അഥവാ പരിസ്ഥിതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ഫസ്റ്റ് ഗ്രാമപഞ്ചായത്ത് ഇൻ കേരള ടു റിലീസ് എ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ? ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ആൻസർ എടവക, വയനാട്. വയനാട് ജില്ലയിലെ എടവക എന്ന ഗ്രാമപഞ്ചായത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഈസ് വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ സെലിബ്രേറ്റഡ്? ലോക തണ്ണീർത്തട ദിനം എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ആൻസർ ഫെബ്രുവരി 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഈസ് ദി ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ലൊക്കേറ്റഡ്? ചിന്നാർ സംരക്ഷണ മേഖല ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഇടുക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെർ ഈസ് ദി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റഡ്? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഡെഹ്റാഡൂൺ. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദി ലാർജസ്റ്റ് ടൈഗർ റിസർവ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം നാഗാർജുന സാഗർ ടൈഗർ റിസർവ്. ആന്ധ്രാപ്രദേശിലാണ് ഈ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ഓർഗാനിക് ഫാമിംഗ് ഡിസ്ട്രിക്ട് ഓഫ് കേരള? കേരളത്തിലെ ജൈവ ജില്ല എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ദി ഗ്രൈനറി ഓഫ് ഇന്ത്യ? അഥവാ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഈസ് പഞ്ചാബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂസ് ഓട്ടോബയോഗ്രഫി ഈസ് ടൈറ്റിൽഡ് മൈ ലൈഫ് എമംഗ് ദി മാംഗ്രോവ്സ്? കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? ഉത്തരം കല്ലൻ പൊക്കുടൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി ഫസ്റ്റ് ബുക്ക് റിട്ടൺ അബൌട്ട് കേരളാസ് മാംഗ്രൂവ് ഫോറസ്റ്റ്? കേരളത്തിലെ കണ്ടൽ കാടുകളെ പറ്റി പ്രതിപാദിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? ആൻസർ ഈസ് ഹോർട്ടസ് മലബാറിക്കസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി നെയിം ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് ബേർഡ് ഹോസ്പിറ്റൽ? ഇന്ത്യയിൽ പക്ഷികൾക്കു വേണ്ടി നിർമ്മിച്ച ആദ്യ ആശുപത്രി ഏതാണ്? ആൻസർ ദി ചാരിറ്റബിൾ ബേർഡ്സ് ഹോസ്പിറ്റൽ, ന്യൂഡൽഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡിസ്ട്രിക്ട് ഇൻ കേരള ഹാസ് ദി ഹയസ്റ്റ് നമ്പർ ഓഫ് നാഷണൽ പാർക്ക്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ആൻസർ ഈസ് ഇടുക്കി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ഫസ്റ്റ് ഗാർഡൻ ഇൻ ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് സോൺലി ഫോർ ദി കൺസർവേഷൻ ഓഫ് എ സിംഗിൾ പ്ലാന്റ് സ്പീഷീസ്? ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ഉദ്യാനം ഏതാണ്? ആൻസർ ഈസ് കുരിഞ്ഞിമല. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ ഡിഡ് ദ ഗ്രീൻ റെവല്യൂഷൻ ബിഗിൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം? ആൻസർ ഈസ് 1966 അഥവാ 1966. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ഫസ്റ്റ് ബേർഡ് സാങ്ച്വറി ഇൻ കേരള? കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട്. എറണാകുളത്തുള്ള തട്ടേക്കാടാണ് കേരളത്തിലെ ആദ്യ ബേർഡ് സാങ്ച്വറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് എൻവിയോൺമെൻറ്റ്? പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി ടേം ഫോർ ദി സോൺ ഇൻക്ലൂഡിംഗ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ഓൺ എർത്ത്? ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഈസ് ബയോസ്ഫിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ദി ലാർജസ്റ്റ് ഫോറസ്റ്റ് ഏരിയ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഈസ് മധ്യപ്രദേശ്. മധ്യപ്രദേശ് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉള്ള സ്റ്റേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു സ്റ്റാർട്ടഡ് ദി വന മഹോത്സവ് അഥവാ ഫോറസ്റ്റ് ഫെസ്റ്റിവൽ ഇൻ 1950? 1950 വന മഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ആൻസർ ഈസ് KM മുൻഷി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇസ് ദി ഡാൻസർ ദാറ്റ് എക്സ്പ്രസ്ഡ് സപ്പോർട്ട് ഫോർ ദി മൂവ്മെൻറ്റ് ടു പ്രൊട്ടക്ട് ദി സൈലന്റ് വാലി റെയിൻ ഫോറസ്റ്റ് ബൈ സ്റ്റാമ്പിംഗ് ഹെർ ഫീറ്റ്? സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ്? ആൻസർ ഈസ് മൃണാളിനി സാരാഭായ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഗസ്ത്യമല ഈസ് വിച്ച് നമ്പേർഡ് ബയോസ്ഫിയർ റിസർവ് ഇൻ ഇന്ത്യ? സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല? ആൻസർ ഈസ് 10th, 10ാമത്തെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദി മലയാളി വുമൺ എഡിറ്റർ ഓഫ് ദി എൻവയോൺമെൻറ്റൽ മാഗസിൻ ഡൗൺ ടു എർത്ത്? ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത ആര്? ആൻസർ ഈസ് സുനിത നാരായണൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി നെയിം ഗിവൺ ടു സ്മോൾ ബയോഡൈവേഴ്സിറ്റി റിച്ച് പാച്ചസ് കൺസർവ്ഡ് വിത്തിൻ ഹ്യൂമൻ ഹാബിറ്റേഷൻ ഏരിയാസ്? മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേരെന്താണ്? ആൻസർ ഈസ് കാവ് അഥവാ സേക്രഡ് ഗ്രോവ്സ്. ഹു വാസ് ദി സയൻറ്റിസ്റ്റ് ഹു ഫസ്റ്റ് യൂസ്ഡ് ദ ടേം ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആൻസർ ഈസ് WG റോസൻ.
വിച്ച് കൺട്രി വാസ് ദി ഹോസ്റ്റ് ഓഫ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ 2020? 2020 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം ഏത്? ഉത്തരം കൊളംബിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡിസ്ട്രിക്ട് ഇൻ കേരള ഹാസ് ദ ലീസ്റ്റ് ഫോറസ്റ്റ് ഏരിയ? കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏതാണ്? ആൻസർ ഈസ് ആലപ്പുഴ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് നാഷണൽ പാർക്ക് ഈസ് ഫേമസ് ഫോർ സാൽ ട്രീസ്? സാല വൃക്ഷങ്ങൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഈസ് ദുധ്വ നാഷണൽ പാർക്ക് ഇൻ ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലുള്ള ദുധ്വ നാഷണൽ പാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ദി ക്യോട്ടോ പ്രോട്ടോകോൾ ഈസ് റിലേറ്റഡ് ടു വിച്ച് എൻവയോൺമെൻറ്റൽ ഓർ ഗ്ലോബൽ ഇഷ്യൂ? ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഈസ് ക്ലൈമറ്റ് ചേഞ്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ വാസ് പ്രോജക്റ്റ് ടൈഗർ ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ? പ്രോജക്റ്റ് ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷം? ആൻസർ ഈസ് 1973, അഥവാ 1973 പ്രൊജക്റ്റ് ടൈഗർ ഇന്ത്യയിൽ തുടങ്ങിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ വാസ് പ്രൊജക്റ്റ് എലിഫൻറ്റ് ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ? പ്രൊജക്റ്റ് എലിഫൻറ്റ് പദ്ധതി തുടങ്ങിയ വർഷം? 1992, അഥവാ 1992 പ്രൊജക്റ്റ് എലിഫൻറ്റ് തുടങ്ങിയത്. വിച്ച് ബേർഡ് ഈസ് കൺസിഡേർഡ് എ സ്പെഷ്യൽ സിംബൽ ഓഫ് പീസ്? സമാധാനത്തിൻ്റെ പ്രത്യേകമായി കരുതപ്പെടുന്ന പക്ഷി ഏത്? ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോവ് അഥവാ പ്രാവ്. വാട്ട് ഈസ് ദി നെയിം ഓഫ് കേരളാസ് ഓൺലി ലയൺ സഫാരി പാർക്ക്? കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏതാണ്? ആൻസർ ഈസ് നെയ്യാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെഡിസിനൽ പ്ലാന്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻസെക്ടിസൈഡ്? കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത്? ആൻസർ ഈസ് നീം അഥവാ ആര്യവേപ്പില. അടുത്ത ചോദ്യം, വെർ ഈസ് ദി ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് ലൊക്കേറ്റഡ്? ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഈസ് അന്നമലൈ ഹിൽസ്, തമിഴ്നാടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി പ്രോജക്റ്റ് ഫോർ കളക്ടിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്? വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം ഏത്? ആൻസർ ഈസ് വനശ്രീ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡിസ്ട്രിക്ട് ഇൻ കേരള ഹാസ് ദി ഹയസ്റ്റ് നമ്പർ ഓഫ് റിവേഴ്സ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏതാണ്? ആൻസർ ഈസ് കാസർഗോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂസ് ഓട്ടോബയോഗ്രഫി ഈസ് ടൈറ്റിൽഡ് എ സ്പാരോസ് ഫോൾ? ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ആൻസർ ഈസ് ഡോക്ടർ സാലിം അലി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് നാഷണൽ പാർക്ക്? ഇന്ത്യയിൽ കുറേ നാഷണൽ പാർക്ക് ഉണ്ട്, അതിൽ വിച്ച് ഈസ് ദി ഫസ്റ്റ് നാഷണൽ പാർക്ക്? ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ആൻസർ ഈസ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഉത്തരാഖണ്ഡ്.